അപ്പോൾ നമ്മൾ ചെറിയ വാവകളൊക്കെ വളർന്നു വരുന്ന സമയത്ത് നമുക്ക് അവരുടെ നോർമൽ വളർച്ചയ്ക്ക് അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ചൊരു പേരൻറ്റിങ് ടിപ്സ് ആവാം അല്ലേ. അപ്പോൾ ചെറിയ വാവകളാണ്, ഒരു 3 മാസം വരെ പ്രായമുള്ള വാവകൾക്ക് നമുക്ക് ടമ്മി ടൈം, അതായത് കമിഴ്ത്തി കിടത്തുന്നത് വളരെ നല്ലതായിരിക്കും. അത് മാത്രമല്ല, ഈ കമിഴ്ത്തി കിടത്തുന്ന സമയത്ത് എപ്പോഴും ഒരാൾ കൂടെ ഉണ്ടാവണം. അവരുടെ എയർവേ, അവരുടെ മൂക്ക് അമർന്നു പോവാതെ ബ്ലോക്ക് ആവാതെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നതും കൈയും കാലൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുന്നതും ഒക്കെ വളരെ നല്ലതായിരിക്കും. പിന്നെ അമ്മമാർ എപ്പോഴും കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി ചിരിക്കുക, സംസാരിക്കുക, പാട്ട് പാടി കൊടുക്കുന്നത് എല്ലാം അവരുടെ ഭാവിയിലേക്കുള്ള ഒരു വളർച്ച, അവരുടെ ലാംഗ്വേജ് സ്കില്ല്, പിന്നെ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബോണ്ടിങ്, അറ്റാച്ച്മെൻറ്റ് എല്ലാം കൂട്ടും. അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കുഞ്ഞ് കുറച്ച് പതുക്കെ വലുതായി തുടങ്ങുന്നതനുസരിച്ച് നമുക്ക് കുറേ കളർഫുൾ ആയിട്ടുള്ള ടോയ്സ് അവരുടെ വിഷ്വൽ സ്റ്റിമുലേഷന് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഒരു 4 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും കുഞ്ഞിനെ പുറത്തേക്കൊക്കെ കൊണ്ടുപോയിട്ട് അവർക്ക് ചുറ്റുമുള്ളത് കാണാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതെല്ലാം നമുക്ക് കാണിച്ചു കൊടുക്കാം, പുറത്തേക്ക് കൊണ്ടുപോയി ഓരോന്നൊക്കെ കാണിക്കാം. പിന്നെ ഇപ്പം കുറേ ഡിജിറ്റൽ മീഡിയ ഒക്കെ വരുന്നൊരു സമയമാണ്. നമ്മളെ പല കുട്ടികൾക്കും പുസ്തകം വായന അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്ത പല കുട്ടികളെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റീഡിങ്ങിലേക്കൊക്കെ കുട്ടികളെ ഇൻട്രസ്റ്റ് കൊണ്ടുവരുത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും ഒരു 4 months മുതലേ നമുക്ക് അതിൻ്റെ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കുഞ്ഞിനെ മടിയിലിരുത്തിയിട്ട് കളർഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സൊക്കെ ഉള്ള ഒരു ബുക്സ് വെച്ചിട്ട് അതൊന്ന് ഒച്ചത്തിൽ നമുക്ക് ഇവർക്ക് വായിച്ച് കേൾപ്പിച്ച് കൊടുക്കാം. അപ്പോൾ അവരുടെ ഹിയറിംഗ് സ്കില്ല്, ലാംഗ്വേജ്, അത് മാത്രമല്ല ബുക്കിലേക്കുള്ളൊരു ഇൻട്രസ്റ്റും ഇത്രയും നേരത്തെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ കുറച്ച് വലുതാവുന്നതിനനുസരിച്ചായിട്ട് ഇപ്പം നടക്കാനും ഓടാനും കളിക്കാനൊക്കെ ആയിട്ടുള്ളൊരു സ്പേസ്, പിന്നെ ഇപ്പോൾ കുറേ വളരെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോയ്സ്, അവരുടെ ഏജിനനുസരിച്ചുള്ള ഓരോ ടോയ്സ് ഒക്കെ നമുക്കുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നമുക്കും അവരുടെ കൂടെ നിന്ന് കളിക്കാനും പിന്നെ അവർക്ക് പാട്ടൊക്കെ പാടിക്കൊടുക്കാം, റൈംസ് പാടിക്കൊടുക്കാം. അങ്ങനെയൊക്കെ നമുക്ക് അവരുടെ ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ കഴിയുന്ന അത്രയും ഈ മീഡിയകൾ, അതായത് ഡിജിറ്റൽ മീഡിയ, ഫോൺ, ടാബ്ലറ്റ്, സ്ക്രീനുകൾ, TV എല്ലാം ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്, പ്രത്യേകിച്ച് 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ റൈംസ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അമ്മ തന്നെ പാടിക്കൊടുക്കുക, അല്ലെങ്കിൽ കൂടെ നോക്കുന്ന ആൾ തന്നെ പാടിക്കൊടുക്കുന്നതായിരിക്കും ഒരു ഫോൺ കാണിക്കുന്നതിനെക്കാട്ടും വളരെ നല്ലത്. ഇനിയിപ്പോൾ 2 വയസ്സ് കഴിഞ്ഞ കുട്ടികളൊക്കെയാണ് നിങ്ങൾക്ക് നഴ്സറി റൈമൊക്കെ പഠിപ്പിക്കണം എന്നുണ്ട്, ഫോൺ കാണിക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടെ ഇരുന്നിട്ട് കുട്ടിയുടെ അടുത്ത് സംസാരിച്ച് പാടിക്കൊടുത്ത് അങ്ങനെയൊക്കെ കാണിക്കുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പിന്നെ നമുക്ക് ഈ വർക്ക് ചെയ്യാൻ പോകുന്ന പേരൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പലപ്പോഴും പ്രത്യേകിച്ച് അമ്മമാർക്ക് അവർക്ക് ഭയങ്കര ഗിൽറ്റാണ്, ഞാൻ കുട്ടിയെ വീട്ടിലിട്ടിട്ട് ഞാൻ എന്തോ ജോലിക്ക് പോകുന്നതെന്നുള്ളൊരു തോന്നലാണ്. പക്ഷെ ഒരിക്കലും കുട്ടിയുടെ അടുത്ത് നിങ്ങൾ ആ ഒരു ഗിൽറ്റ് എക്സ്പ്രസ് ചെയ്യാതിരിക്കുക. അപ്പോൾ നിങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാം, ഞാൻ ജോലിക്ക് പോകുന്നതാണ്, ജോലിക്ക് പോയാലും ഞാൻ നിന്നെക്കുറിച്ച് കുറേ ആലോചിക്കാറുണ്ട്, എനിക്ക് മിസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അല്ലാതെ ഒരു ഗിൽറ്റ് ഫീലിംഗ് അവരുടെ അടുത്ത് കാണിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ പതുക്കെ ഒരു ഷെയറിങ് സ്കില്ലെല്ലാം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഈ ഷെയറിങ് സ്കില്ലെല്ലാം യൂഷ്വലി ഒരു 3.5-4 വയസ്സിന് ശേഷമാണ് ഡെവലപ്പ് ആവുന്നത്. കുട്ടി നമ്മളെ വീട്ടിൽ എന്താണോ നടക്കുന്നത് അത് കണ്ടിട്ടാണ് കുട്ടിയും പഠിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ വീട്ടിൽ കുറച്ച് കുട്ടികളൊക്കെ ഉള്ളൊരു ജോയിൻറ്റ് ഫാമിലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ചോക്ലേറ്റ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഓരോരോ ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കുന്നതിന് പകരം ഒരു വലിയ ബാർ ഓഫ് ചോക്ലേറ്റ് വാങ്ങിക്കുക, എല്ലാവർക്കും അതിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഷെയറിങ് മെൻറ്റാലിറ്റി എല്ലാം ഇങ്ങനെ കുട്ടി കണ്ടു പഠിക്കുന്നുണ്ടാവും.